ഞങ്ങൾ പിന്നെ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ചൈനയിൽ പലതവണ വന്നിട്ടുണ്ട്. ഇതേപോലുള്ള ഈ ഏഷ്യയിൽ പല കോൺഫറൻസിലും കാര്യങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ബോൺവോ ചെയ്ത പോലെ ഒരു ഒരു അറേഞ്ച്മെന്റ്സ് ഇതുവരെ നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇവരത് ഒരു എൻഡ് ടു എൻഡ്, ഇപ്പം നമുക്ക് ഫാക്ടറി സന്ദർശിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നു. അതേപോലെ തന്നെ ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ ഇവിടെയുള്ള ഗവൺമെന്റ് ഒഫീഷ്യൽസ് വന്നിട്ടാണ് പിന്നെ നമ്മളൊരു സംസാരിക്കുന്നതും നമുക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതും. അതേപോലെ ഇവരുടെ ടീമിൽ ചൈനീസ് നാഷണാലിറ്റീസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, കാരണം ഇപ്പം ഫാക്ടറി ആയിട്ടും അതേപോലെ തന്നെ സപ്ലയേഴ്സ് ആയിട്ടൊക്കെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. കാരണം അതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളതൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല വരുന്ന സമയത്ത് ഈ തരത്തിലുള്ള ഫെസിലിറ്റീസ് ഇവർ അറേഞ്ച് ചെയ്യുന്നുള്ളത്. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ യാത്രയിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഡിഫറെൻറ്റ് കൺട്രിയിൽ നിന്ന് വരുന്ന ആൾക്കാർ, അതായത് GCC, ഇപ്പോൾ ബഹ്റൈനിൽ നിന്നുള്ള ആൾക്കാർ, സൗദിയിൽ നിന്നുള്ള ആൾക്കാർ, പിന്നെ ദുബായിൽ നിന്നുള്ള ആൾക്കാർ. അപ്പോൾ ഇവരൊക്കെ തന്നെ നമ്മളൊരു നെറ്റ്വർക്ക് ഉണ്ടാവുകയും അതേപോലെ തന്നെ നമ്മൾ തമ്മിൽ അതിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് ബിസിനസ് ഡീലുകൾ ഇപ്പോൾ നടക്കുകയും ചെയ്തു. അപ്പോൾ വരുമ്പോൾ തന്നെ നമുക്കൊരു ഡൊമസ്റ്റിക് ആയിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാവുകയും അതേപോലെ തന്നെ നമ്മൾ തമ്മിലൊരു ഡീലിങ്സ് നടക്കുകയും അതേപോലെ തന്നെ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് സപ്ലയേഴ്സുമായിട്ടും അതേപോലെ ഒരു ടോട്ടൽ പാക്കേജ്, കംപ്ലീറ്റ് പാക്കേജ് എന്നൊക്കെ പറയില്ലേ, അതാണ്. പിന്നെ പ്ലസ് എന്റർടൈൻമെന്റ്, ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെന്റ് എക്സ്പീരിയൻസ്. ഞാൻ പറയുന്നത് ഓരോ ഓണ്ടർപ്രീണറും ഇങ്ങനെയുള്ള ട്രിപ്പുകൾ, എസ്പെഷ്യലി ബോൺവോയുടെ കൂടെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് അനുഭവിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെന്റ് എക്സ്പീരിയൻസ്.